ഹലോ ഗൈസ്, നച്ചു ഹിയർ. ഇതൊരു ഈത്തപ്പഴം ക്ലീനിങ് വീഡിയോ ആണ്. അതായത് ഈത്തപ്പഴം കിട്ടിയ അറിയാലോ, സീസണാണ്. അപ്പോൾ അത് 2 തരം ഈത്തപ്പഴം കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതും ചീത്തയായതൊക്കെ ഒന്ന് വേർതിരിക്കുകയായിരുന്നു. അതായത് നല്ല പഴുത്തതും ഉണ്ടായിരുന്നു, അതേപോലെ ഏകദേശം പഴുക്കാനായതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് അതൊക്കെ നല്ലോണം കവറിങ് ബാഗ് കൊണ്ട് തന്നെ കവറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം എൻ്റെ വോയിസ് ഓവർ വീഡിയോന് വേണ്ടിയിട്ട് എല്ലാവരും ഇല്ലെങ്കിലും പലരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട്, സോറി ഫോർ ദ ഡിലേ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഒരുമിച്ചിട്ടാൽ കുറച്ച് ചീത്തയായതാണെങ്കിൽ അതൊക്കെ കൂടി ആകുമ്പോൾ മൊത്തത്തിൽ അത് ഒരവസ്ഥയാവും. അതുകൊണ്ടാണ് ഞാൻ വേർതിരിച്ചിട്ടൊക്കെ ഇട്ട്. അപ്പോൾ വിചാരിച്ചു ഏതായാലും വീഡിയോ ആവട്ടെ, എല്ലാവരും ഇങ്ങനെ വീഡിയോ ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഇതെന്ന് പറയുന്നത് ജ്യൂസ് അടിക്കാനായിട്ട് മാറ്റി വെച്ചൊരു ഈത്തപ്പഴമായിരുന്നു. കാരണം ഇത് നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, പെട്ടെന്ന് എടുക്കാമല്ലോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഏതായാലും ഒരു ഷേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ സ്ട്രോബെറി മിൽക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അത് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അറിയാമല്ലോ, ഈത്തപ്പഴം ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് ഷുഗറോ ഹണിയോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. പക്ഷെ എനിക്കൊരു പൊട്ടത്തരം പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ സ്ട്രോബെറി മിൽക്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല മധുരം ഉണ്ടാവും. പക്ഷെ അത് എൻ്റെ അടുത്ത് അങ്ങ് വിട്ടുപോയി. ഞാൻ നല്ലോണം അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കുറച്ചധികം മധുരം അങ്ങോട്ട് കൂടി. ബട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, ആ ഒരു തിക്നെസ് ഉള്ളതുകൊണ്ട് കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്തതായിരിക്കും, പക്ഷേ എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സ്ട്രോബെറി മിൽക്ക് നല്ല രസം ഉണ്ടായിരുന്നു, കാരണം ഈ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറും കൂടെ അതിൽ വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആദ്യം ഞാൻ തിക്കായിട്ട് അടിച്ചെടുത്തു, വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൽ നല്ല കോൾഡ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഈ ഈത്തപ്പഴങ്ങളൊക്കെ നമ്മളുടെ നൈബർ ഒരു ഒമാനി ഫാമിലിയാണ്, അപ്പോൾ അവർ കൊണ്ടുതന്നതാണ്, അവരുടെ വീട്ടിൽ ഉണ്ടായതാണ് ഇതൊക്കെ. ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് റെഡ് കളറും ഉണ്ടാവും, അതേപോലെ യെല്ലോ കളറും ഉണ്ടാവും കേട്ടോ. ഇത് റെഡ് ആയിരുന്നു, പക്ഷെ പഴുത്തപ്പോൾ അറിയാമല്ലോ, കളർ മാറി. അപ്പോൾ എൻ്റെ ഡേറ്റ് സ്ട്രോബെറി മിക്സ് ഷേക്കിൻ്റെ ഫൈനൽ ടെക്സ്ചറാണ് ഈ കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്യായിരുന്നു, അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. എനിവേ, hoping you all will like this video. Inshallah, wait for the next video. Thank you for watching.